എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനക എലിസബത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു കമ്മലിനെ മുട്ടിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നയനോട് പോയി പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ദാമോട്ടം കൊണ്ടുവന്നതാണ് എലിസബത്ത് ചേച്ചിയെ, അത് വലിയ പ്രശ്നമാകും, ചുമ്മാ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ ദാമുവിനെ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ ദാമുവിനെ പരീക്ഷിച്ചൊന്നുമില്ലല്ലോ, ഇവരെ എനിക്ക് അത്ര വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടാണ് എലിസബത്ത് വരുന്നത്. എലിസബത്ത് പറയും, എന്നെ വിശ്വാസമില്ല എങ്കിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്മലിൻ്റെ മുട്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, പഴയ സിനിമയിൽ കാണുന്ന ഇതുപോലുള്ള പൊട്ട ഐഡിയ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, ഈ മോളുടെ അമ്മയല്ലേ, ഇതുപോലെ തരംതാന്ന പണികൾ ചെയ്യാൻ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുവാണ്, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എന്നെക്കുറിച്ച് മൂർത്തി സാറിനോട് വിളിച്ച് ചോദിച്ചാൽ മതി, സാർ എല്ലാ കാര്യങ്ങളും പറയും, എൻ്റെ അച്ഛന് ഒരാവശ്യം വന്നപ്പം ഒരുപാട് സഹായിച്ച ആളാണ് മൂർത്തി സാറ്, അതുകൊണ്ടാണ് ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നും പോകാതെ അനന്തപുരിയിലെ മരുമകൾക്ക് ഇതുപോലൊരു ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ആകെ വിഷമമാകുന്നു. നയനം പറയുന്നുണ്ട്, ചേച്ചി തെറ്റിദ്ധരിച്ചതിന് ക്ഷമിക്കണം, അമ്മ ഇങ്ങനെ ഒരു മുട്ടത്തരം കാണിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല, ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് അങ്ങ് പോകും. അന്നേരം കനക പറയുന്നുണ്ട്, ഏതായാലും അവളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി, നിന്നെ പ്രസവം കഴിഞ്ഞ് നോക്കേണ്ട ആളല്ലേ, അപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് സമാധാനമായി, ഇനി ഞാൻ പോകുക എന്ന് പറയുമ്പോൾ നാണം കെടുത്തിയിട്ട് അമ്മ പോകുവാണോ എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, അത് സാരമില്ലെന്നേ, ഞാനിപ്പം ഇങ്ങനെ ചെയ്തു എന്ന് കരുതി നിന്നോട് അവർക്ക് വിരോധമൊന്നും ഇല്ലല്ലോ, വേണമെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു മാപ്പോടെ പറഞ്ഞേക്കാം അവളോട് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അത് കാണുമ്പം എനിക്കൊരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ഗോവിന്ദനും കനക ഉപദേശിക്കുന്നുണ്ട്, എന്തിനാ അവരെ നാണം കെടുത്താൻ വേണ്ടി നീ അങ്ങോട്ട് പോയത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ഗോവിന്ദനോടും ക്ഷമ ചോദിക്കുന്നുണ്ട് കനക, അതങ്ങ് വിട്ടുകളാം ഗോവിന്ദേട്ട, ഏതായാലും കഴിഞ്ഞില്ലേ, അവളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചില്ലേ, അത് മതി എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് സേവിയറിനെയാണ്. സേവിയർ കിരണിനെയും ആദർശിനെയും വിളിച്ചിട്ട് പറയുവാണ്, എൻ ജ്വല്ലറിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു അവരുടെ ഡ്രൈവർ ഒരു കള്ളക്കടത്ത് സ്വർണ്ണം വിൽക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇന്ന് തുറമുഖം വഴി കുറച്ച് കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം ഇത് പോലീസിനെ അറിയിക്കാം എന്ന് ആദർശ് പറയുമ്പോൾ സേവിയർ പറയുന്നുണ്ട്, പോലീസിലും കസ്റ്റംസിലും ഒക്കെ അവരെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നടപടി ഫ്ലോപ്പായി പോവും, അവർ രക്ഷപ്പെടുകയും ചെയ്യും, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം SI നന്ദുവിനോട് പറഞ്ഞാൽ മതി, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല, ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയായിരിക്കും അവർ സ്വർണം കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് പണിക്കൂലിയില്ലാതെ അവർക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ അവർ പറയുന്നു. അന്നേരം കിരൺ പറയുന്നുണ്ട്, ഇതുപോലെ അവരെ വളരാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലാത്ത രീതിയിൽ അവർ വളരും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പം ആ രീതിയിൽ അവരെ വളരാൻ വിടില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ വിവരം നന്ദുവിനെ വിളിച്ച് പറയാമെന്നും ആദർശ് പറയുന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് അങ്ങ് പോരുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദു ആ ഡ്രൈവർ സ്വർണ്ണമായിട്ട് വരുമ്പോൾ അയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരു ഗ്രൗണ്ടിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റി അയാളെ വണ്ടി അവിടെ നിർത്തും, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. കുറച്ച് പോലീസുകാരും പുറകെ ഓടുന്നുണ്ട്. ഈ സമയം നന്ദു വണ്ടി പരിശോധിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് സ്വർണം കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡ്രൈവറുടെ പുറകെ ഓടിയ പോലീസുകാർ തിരിച്ചു വരും, ഡ്രൈവർ രക്ഷപ്പെട്ടു, പക്ഷേ സ്വർണം പിടിച്ചെടുക്കാൻ പറ്റിയല്ലോ, അതുമായിട്ട് അവർ സ്റ്റേഷനിലോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഈ ന്യൂസ് എല്ലാ മാധ്യമങ്ങളിലും വന്നു, അവർ ഈ ന്യൂസ് വായിക്കുന്നത് ഇരുന്ന് കേൾക്കുന്ന നാഗേന്ദ്രനെയും അവന്തികയാണ്. അവർക്ക് ഭയങ്കര സങ്കടമായി, 10 കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ അതിൻ്റെ അകത്ത് ഡയമണ്ടും ഒക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ പറയുവാണ്, ഇവളെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു പെണ്ണാണല്ലോ എന്ന് കരുതി ഞാൻ വെറുതെ വിട്ടതാണ്, പക്ഷേ ഇനി ഇങ്ങനെയൊന്നും വെറുതെ വിടാൻ പറ്റില്ല, അവൾക്കുള്ളത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അവളൊരു ചെറിയ പുള്ളിയല്ല, സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് അച്ഛനുണ്ട്, അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവരറിയോ, അങ്ങനെ അറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഡേവിഡിനും മോൾക്കും അല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഞാനുണ്ട് എന്ന് ആർക്കും അറിയില്ല, ഇനിയിപ്പം എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ തന്നെ അത് ഡേവിഡിലേക്ക് പോവുള്ളൂ, അയാൾ എന്നെ ഒറ്റില്ല എന്ന് പറയും. അന്നേരം അവന്തിക്ക് ചോദിക്കുന്നുണ്ട്, അയാളാണ് ബിനാമി, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അച്ഛനെ അയാൾ പറ്റിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ ബിനാമിയായി വെക്കുമ്പം അയാൾ നമ്മളെ ഒരിക്കലും ചതിക്കാത്ത രീതിയിൽ ഒരു കൊളുത്തിട്ട് നമ്മൾ വെക്കും, ആ രീതിയിലുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡേവിഡ് ഏതായാലും ചതിക്കില്ല, എങ്ങനെയെങ്കിലും ആ നന്ദുവിനെ ഒന്ന് ഒതുക്കണം, ഇനി അവളെ അങ്ങനെ വളരാൻ വിടരുത് എന്ന് തന്നെ തീരുമാനിക്കുവാണ് നാഗേന്ദ്രൻ. പിന്നെ ഈ ന്യൂസ് അറിയുന്ന മുത്തശ്ശന് ഭയങ്കര സന്തോഷം. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നന്ദുവും ആദർശും നയനയും അതുപോലെ കിരണും കല്യാണിയും ഇവരെല്ലാം 5 പേരൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ശക്തിയാണ്, അവർ എല്ലാ
കള്ളത്തരങ്ങളും കണ്ടുപിടിക്കും. നമ്മുടെ ശത്രു ആരാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വിജയിച്ച് അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ് അങ്ങനെയെല്ലാം ചെയ്ത് വിജയിച്ച് തിരിച്ചു വരാൻ കൊതിയാവുകയാണ്. കാരണം അവസാന മാസങ്ങളിലേക്ക് വെച്ചാൽ പ്രസവത്തിൻ്റെ അവസാന മാസങ്ങളിലേക്ക് അടുക്കുമ്പം അവർക്ക് നയനെ നന്നായിട്ട് നോക്കാമായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിൽ അതൊരാഗ്രഹമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അഭിയാണ്. അഭിക്ക് ജോലി കിട്ടിയ കാര്യം, എൻ ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ മാനേജരായിട്ട് പോകുന്നത് അഭിയാണ് എന്നുള്ള കാര്യം വേണുവിനോടും അനാമികയോടും വന്ന് പറയുവാണ് അഭി. അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് വേണുവിന്. എന്നിട്ട് പറയുന്നുണ്ട് അഭിക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥയൊക്കെ, അവിടുന്ന് ഇറങ്ങിയ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, ആകെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ആ ജ്വല്ലറിയുടെ മാനേജരായിട്ട് അഭി വരുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും ജോലി അവിടെ കൊടുക്കാവോ എന്ന് ചോദിക്കുക. അന്നേരം അഭി മനസ്സിലോർക്കുവാണേ പിന്നെ എന്നിട്ട് വേണം ആ ജ്വല്ലറിയും കൂടെ നശിപ്പിക്കാൻ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് അഭി അവരോടായിട്ട് പറയുവാണ് നിങ്ങളിപ്പോൾ ഇതൊന്നും അല്ല നോക്കേണ്ടത്, ശരിക്കും മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആണ് അനി, അനിയുടെ ഭാര്യയാണ് ഇപ്പോഴും നീ. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിന് അവർ പോകുമ്പോൾ നല്ലൊരു കോമ്പൻസേഷൻ മേടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ മുത്തച്ഛൻ്റെ കാല് പിടിച്ച് ഒന്ന് കരഞ്ഞ് ഒന്ന് ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ മുത്തച്ഛന് മനസ്സലിവ് തോന്നി എന്തെങ്കിലുമൊക്കെ തരും എന്ന് പറഞ്ഞാൽ അത് കോടികൾ കാണും. പിന്നെ അഹങ്കാരമൊന്നും കാണിക്കാതെ ഒതുങ്ങി നിന്നാൽ ഇനിയും അനന്തപുരിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയാലോ, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവളോട് ഇടയ്ക്ക് പറയാറുണ്ട് എന്ന്. അന്നേരം അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.